ഇവിടെ ബാംഗ്ലൂർ ഒരു എയർപോർട്ട് ടാക്സി ഉണ്ട്. അതിലേക്ക് ഒരുപാട് ജോബ് വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാനും പോയി പെടരുത്, പോയി തല വെക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. സംഭവം വേറെ ഒന്നല്ല, ഞാൻ ബാംഗ്ലൂരോട് ഊബർ ഓടാൻ വന്നിട്ട് ഇവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇട്ടപ്പോൾ ആദ്യം വന്ന കമൻറ്റാണ് ഇങ്ങനെ ഒരു ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് റിഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിൻ്റെ അവിടെ പോയിട്ട് എയർപോർട്ട് ഓടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എയർപോർട്ട് ടാക്സിയാണ് അതിൽ ഓടാൻ വേണ്ടിയിട്ട് ആരും കൊണ്ടുവരുന്നുണ്ട്. ഞാനത് സംഭവം അത്ര കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തുവേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. ആ ഒരു മൈൻഡിൽ ഞാൻ എടുത്തുള്ളൂ. അതിപ്പോൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിലും അവരെ കുറിച്ചിട്ട് വേണമെങ്കിൽ കമൻറ്റിൽ പറയാം. പക്ഷേ അതുകൊണ്ട് ഞാനത് കാര്യമാക്കി എടുത്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ റൂമിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 2 ദിവസം മുമ്പ് നമ്മുടെ റൂമിൽ ഒരു 4 പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. 4 പേര് പുതുതായിട്ട് വന്നതാണ്. അതായത് ഇവിടെ ഊബർ ഓടാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അവർ ഓൾറെഡി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയിൽ നിന്ന് പണി കിട്ടി, അവിടെ ലൈസൻസ് വാങ്ങി വെച്ചു, എന്തൊക്കെ പ്രശ്നങ്ങളായി. അതുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഇതിൽ ഊബറിൽ കയറാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയിൽ നിന്നാണ്, ഇപ്പോൾ ഈ പറയുന്ന ഈ റിഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, എയർപോർട്ട് ടാക്സിലെ ഒരു കമ്പനിയിൽ നിന്നാണ് അവർ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റൂമിലുള്ള ഒരുത്തം പറഞ്ഞു അവൻ്റെ എന്താ പറയുക ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നതാണ്, അവിടെ നിന്ന് വന്നതാണെന്നുള്ള എനിക്കറിയായിരുന്നു. പക്ഷേ ഈ ഒരു സെയിം കമ്പനിയാണെന്നറിയില്ല. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു അവനക്ക് ഇതുപോലെ അനുഭവം ഉണ്ട്. അപ്പോഴാണ് കമ്പനിയുടെ പേര് പറയുന്നത്. കമ്പനിയുടെ പേര് പറഞ്ഞപ്പോൾ ഏകദേശം സെയിമാണ്. ഈ ഒരു കമ്പനിയിൽ തന്നെയാണ് നമ്മുടെ പരിചയത്തിലുള്ള ഒരു പയ്യനും വന്നിട്ടുള്ളത്. അവൻ പറഞ്ഞാൽ 24,000 അങ്ങനത്തെ സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സാലറി കിട്ടിയപ്പോൾ ആകെ 7,000 രൂപ മാത്രമാണ് സാലറി ആയിട്ട് കിട്ടിയത്. അങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ലൈസൻസ് അവർ കൊടുത്തില്ല. എത്രയും അങ്ങോട്ട് പൈസ കൊടുത്തെങ്കിൽ ലൈസൻസ് കൊടുക്കുള്ളൂ എന്നുള്ളൊരു സ്കീമിൽ ലൈസൻസ് അവിടെ മേടിച്ച് വെച്ചു. കാരണം അവർക്ക് ഭയങ്കര ലോക്കൽ സപ്പോർട്ട് ഉണ്ട്. കൂടുതലും ഇവിടുത്തെ ഈ ബാംഗ്ലൂർ ആ ഭാഗത്തുള്ള അവിടെയുള്ള ലോക്കൽസാണ് കൂടുതലും അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ചെയ്യാനോ പറ്റില്ല. അപ്പോൾ പൈസ കൊടുത്തിഞ്ഞ് മേടിക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ പിന്നെ നാട്ടിൽ വന്നിട്ട് ലൈസൻസ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും. പിന്നെ ഇവരെല്ലാം പോയെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട്, ഞാൻ കണ്ടിരുന്ന ആ വീഡിയോ കണ്ടിട്ടാണ് എല്ലാവരും പോയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കമൻറ്റ് നോക്കിയപ്പോൾ കമൻറ്റ് ഓഫാക്കി എടുക്കാമെന്നത് പറയാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കുകയാണെങ്കിൽ, അതായത് അത് കണ്ടിട്ടാലും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടിട്ടാണ് ഈ പറയുന്ന മലയാളീസ് മുഴുവൻ അങ്ങോട്ട് കയറിയിട്ടുള്ളത്. അതെല്ലാവരും പോയിട്ടുള്ളത് അത് കണ്ടിട്ട് തന്നെ. പക്ഷെ അവിടെ പോയിട്ട് ഒരുവിധ ആൾക്കാരും പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് ആരും പോവാതിരിക്കുക. പക്ഷേ എയർപോർട്ട് ടാക്സി എന്ന് പറഞ്ഞത് ഈ ഒരു കമ്പനിയുടെ മാത്രമല്ല കേട്ടോ. അതായത് എയർപോർട്ട് ടാക്സി പല കമ്പനികൾ വരുന്നുണ്ട്. അതിലേക്കൊക്കെ ഒരുപാട് മലയാളികൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാലറി ബേസിൽ തന്നെ ഒരുപാട് മലയാളീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം വെച്ചാൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ ആളാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെഫറൽ ബോണസ് അങ്ങനെ സംഭവം കിട്ടാനുണ്ട്. അത്ര 1,000 2,000 അങ്ങനത്തെ ഒരു എമൗണ്ട് കിട്ടും പല കമ്പനികളിലും. അതുകൂടാതെ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് എന്താ പറയുക നല്ല രീതിയിൽ കാര്യങ്ങൾ പറയും, അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ ഇത് ഓട്ടോമാറ്റിക് കാറാണ്. കാരണം ഞാൻ ഊബർ ഓടാൻ വരുന്നതിന് മുമ്പ്, ബാംഗ്ലൂർ വരുന്നതിന് മുമ്പ് ആദ്യം എന്നെ കോൺടാക്ട് ചെയ്ത് പയ്യൻ പറഞ്ഞതും ഈ സെയിം കമ്പനി തന്നെയാണ്. പക്ഷെ ഞാൻ അന്നായിരിക്കും കയറിയില്ല, എന്തോ ഭാഗ്യത്തിന് കയറിയില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കാര്യങ്ങൾ മനസ്സിലായത്. കാരണം ഇങ്ങനെ റെഫറൽ ബോണസ് ഉള്ള കാര്യം, അതുകൂടാതെ ഓട്ടോമാറ്റിക് കാറാണ്. അതുപോലെ തന്നെ 3-4 ട്രിപ്പ് ഉണ്ടാവുള്ളൂ. കൂടുതലും എയർപോർട്ട് ടാക്സി ആയിരിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കും. അതുപോലെ 10,000 25,000 രൂപ സാലറി, അതും കൂടാതെ റൂം ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും. ഈ ഒക്കെ സംഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരായാലും കയറി പോകും അങ്ങോട്ട്. കാരണം നാട്ടിലൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാന്ന് തന്നെ പറയാം. ഇപ്പോൾ കാര്യമായിട്ട് ജോലികൾ അല്ലെങ്കിൽ ഡ്രൈവർമാർക്കായാലും ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഈ ബാംഗ്ലൂർ വന്നിട്ട് ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് യൂബർ ഓടി മനസ്സിലാക്കിയ കാര്യം വെച്ച് പറയുകയാണ്, ഇവിടെ മലയാളീസിനെ തന്നെ കൂടുതൽ പറ്റിക്കുന്നതും മലയാളികൾ തന്നെയാണ്. അതുകൊണ്ട് നേരിട്ട് വന്നിട്ട് അന്വേഷിക്കുക. അതായത് അന്വേഷിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രമേ ജോലിക്ക് കയറുക. പരമാവധി ജോലി ചെയ്യുന്നവരായിട്ടൊന്ന് കണ്ട് സംസാരിച്ചിട്ട് ജോലിക്ക് കയറാൻ നോക്കുക. അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ടൊന്ന് അന്വേഷിക്കുക ഈ സംഭവം ഓക്കെ ആണോ എന്നുള്ളത്. എന്നിട്ട് മാത്രം, അതല്ലാതെ ചാടിക്കയറി വന്നിട്ട് ആരും നേരെ പൈസ കൊടുക്കുക, ലൈസൻസ് കൊടുക്കുക, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക, അങ്ങനെ പൈസ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കാതിരിക്കുക. ഇനിയും വന്നിട്ട് പെടാതിരിക്കുക. കാരണം കൂടുതലും അവിടെ പറ്റിക്കപ്പെടുന്നതും പറ്റിക്കുന്നതും ഒക്കെ മലയാളികൾ, അതായത് മലയാളികളെ പറ്റിക്കുന്നത് മലയാളീസാണ്. സോ ഇനി പോയിട്ട് പെടാതിരിക്കുക. കാരണം ഞാൻ പറയാൻ കാരണം ഒരു മലയാളി തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് കണ്ടിട്ട് തന്നെയാണ് ഇത്രയധികം പേര് അവിടെ പോയി പെട്ടിട്ടുള്ളത്. പെട്ട ആൾക്കാർ 1-2 ഈ റിഫ്ലെക്സ് എന്നുള്ള കമ്പനിയിൽ പെട്ടാൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുകയാണെങ്കിൽ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അറിയാനും പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കമ്പനിക്ക് ജോലി നോക്കുന്നവരോ അല്ലെങ്കിൽ നോക്കി എന്താ പറയുക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നുകൂടെ അന്വേഷിക്കുക. പോകണ്ടെന്ന് പറയുന്നില്ല, ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവാം. ഓക്കെ.